യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് നെറ്റ് തീർന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബാറ്ററി ചാർജും പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 2-3 സെറ്റിങ്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും, ഇത് ഓട്ടോമാറ്റിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നത്. അതുമൂലമാണ് ഒരുപാട് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് ബാറ്ററി ചാർജും അതോടൊപ്പം നമ്മുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അത് 2-3 സെറ്റിങ്സ് മാറ്റം വരുത്തിയാൽ മതി. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ജനറൽ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ടാമതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓൾവേസ് ഓൺ എന്നത് ഓൺ ആയതുകൊണ്ടാണ് അവിടെ അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. ഇനി വൈഫൈ ഓൺലൈനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ വൈഫൈ എനേബിൾ ആണെങ്കിൽ അത്തരത്തിൽ അവിടെ പ്ലേ ഓൺ ആകും. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്തു വെച്ചാൽ അങ്ങനെ ഒരുപാട് ഇൻ്റർനെറ്റ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇനി നേരെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡാറ്റ സേവിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫസ്റ്റത്തെ ഡാറ്റ സേവിംഗ് മോഡ് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ 5G ഇൻ്റർനെറ്റ് അൺലിമിറ്റഡ് ഒന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾക്ക് ബാറ്ററി ചാർജ് നിലനിർത്താനും അതോടൊപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നിലനിർത്താനും സാധിക്കും. ഇനി നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഡാറ്റ യൂസേജ് റിമൈൻഡർ പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതൊന്ന് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആക്കി കയറി ഇനി അതിൽ നിന്ന് അതായത് നിങ്ങൾക്ക് ഒരു 500 MB മാത്രം എനിക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ 500 MB ആകുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിൽ MB കൊടുത്തിട്ട് 500 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ 500 MB ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങളുടെ ഇൻ്റർനെറ്റ് ലാഭിക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഇവിടെ 1 GB കൊടുത്ത് അങ്ങനെ GB മാറ്റാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഈ ഒരു മൊബൈൽ ഫോണിൽ ആക്കുന്നില്ല. ആ ഒരു കാര്യമാണ് ഈ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ നിങ്ങൾ ദിവസവും അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആപ്പ് ഇൻഫോ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് കണ്ടില്ലേ, 60 MB 145 MB അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന MBകൾ നിങ്ങൾക്ക് ലാഭകരമാക്കാൻ സാധിക്കും. അതോടൊപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിയുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ലാഭിക്കാനും അതോടൊപ്പം നിങ്ങളുടെ ബാറ്ററി നിലനിർത്താനും സാധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്.